കമ്മീഷനും ബി.ജെ.പിയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടെന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി. കർണാടകയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സാധാരണക്കാരുടെ വോട്ട് കൂടി മോഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ബി.ജെ.പി സെല്ല് പോലെയാണെന്നും തേജസ്വി യാദവ് പറഞ്ഞു. അതേസമയം വോട്ട് കൊള്ളയ്ക്കും വോട്ട് പട്ടിക പരിഷ്കരണത്തിനും എതിരായ വോട്ടധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. വോട്ട് ചോർ മുദ്രാവാക്യം മുഴക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര. ബൈക്കിലും തുറന്ന ജീപ്പിലുമായാണ് രാഹുലിന്റെ വോട്ടധികാർ യാത്ര പുരോഗമിക്കുന്നത്. ഭരണഘടനയും അംബേദ്കർ ചിത്രവും ഉയർത്തിക്കാട്ടിയാണ് ബി.ജെ.പിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരായ ആരോപണങ്ങൾ. അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് സാധാരണക്കാരുടെ വോട്ട് മോഷ്ടിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബി.ജെ.പി വക്താവിനെ പോലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് തേജസ്വി യാദവ് പരിഹസിക്കുകയും ചെയ്തു. മറ്റന്നാൾ മുതൽ യാത്ര കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ബീഹാറിലെ അരാരിയയിൽ ബുള്ളറ്റ് ഒട്ടിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും വോട്ടുകൊള്ളയ്ക്കെതിരായ പ്രചാരണം. ഈ മാസം 17-ന് സസ്രാമിൽ നിന്ന് ആരംഭിച്ച വോട്ടധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്രയ്ക്ക് അവസാനമുണ്ടാകും.